الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين ولن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞു ഏൽപ്പിച്ച സഹോദരങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള അവന്റെ റഹ്മത്തും ഫദലുമെല്ലാം വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനക്ക് തക്കതായ പ്രതിഫലം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിലെ 43-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. ആളുകളുമായി മാന്യമായി പെരുമാറണമെന്നും സൽവിചാരമാണ് മറ്റുള്ളവരെ കുറിച്ച് നാം വെച്ചു പുലർത്തേണ്ടത് എന്നുമാണ് കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഏതൊക്കെ തലങ്ങളിൽ ആളുകളുമായി മാന്യമായി പെരുമാറാമെന്നും അതിന് വ്യത്യസ്തമായ വശങ്ങളും വിശദമായി തന്നെ സംസാരിച്ചു. അത് നേരെ മറുവശമാണ് മോശമായ സ്വഭാവങ്ങൾ, മോശമായ വാക്കുകൾ, പ്രവർത്തികൾ ഒരു വിശ്വാസിക്കൊരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല അത്തരം ശീലങ്ങൾ. അത് എവിടെയാണെങ്കിലും ശരി, കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇടപെടുന്ന ഏതു രംഗത്തും തെറ്റായ ശീലങ്ങൾ ഇല്ലാതിരിക്കാൻ, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് മുക്തമാവാൻ നമ്മളെല്ലാവരും പരമാവധി
പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരാളെ മൊത്തം നശിപ്പിക്കാൻ പര്യാപ്തമായതാണ് അയാളുടെ ദുഷിച്ച ശീലങ്ങൾ എന്നത്. ഒരു മനുഷ്യന്റെ ദീനും പരലോകവുമെല്ലാം നശിക്കാൻ അവന്റെ മോശമായ സ്വഭാവങ്ങൾ മതിയെന്നാണ് മുൻഗാമികൾ പഠിപ്പിക്കുന്നത്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ സാഅ ഖുലുഖുഹു, ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ സാഅ ദീനുഹു, അവന്റെ ദീനതോടുകൂടി നാശമായി മാറും. വഹസബുഹു വമവദ്ദതുഹു, അവന്റെ കുടുംബവും അവന്റെ സ്നേഹവും എല്ലാം തകരാൻ ഒരാളുടെ സ്വഭാവം മോശമായാൽ തന്നെ മതി എന്നാണ്. അതുകൊണ്ട് തെറ്റായ സംസാര ശൈലികൾ, തെറ്റായ പ്രവർത്തനങ്ങൾ, തെറ്റായ രീതികൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് വിശ്വാസികളൊക്കെ നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ രംഗത്തും അതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ദുശ്ശീലങ്ങളുടെ പ്രകടമായ ഭാവങ്ങളായി പഠിപ്പിക്കപ്പെട്ടത് കാണാം. അതിൽ പ്രധാനമായും ഉണ്ടാവുക കളവ് പറയുക, മറ്റുള്ള ആളുകളെ മോശമായി കാണുക, വല്ലാതെ ദേഷ്യം പിടിക്കുക, എന്തിനും ഏതിനും ചാടിക്കയറി സംസാരിക്കുക തുടങ്ങിയ പലതും തെറ്റായ ശീലങ്ങളുടെ ബാഹ്യമായ വഴികളായി അടയാളങ്ങളായി രേഖപ്പെടുത്തപ്പെടുന്നു. ചില ആളുകൾ അങ്ങനെയാണ്, എപ്പോഴും ദേഷ്യമായി, എല്ലാവരും ദേഷ്യം, എവിടെയും ദേഷ്യപ്പെട്ട് ഒരാളോടും മാന്യമായി സംസാരിക്കാൻ പോലും കഴിയാത്ത വിധം എന്തെങ്കിലും ചോദിക്കാൻ പോലും മനുഷ്യന്മാർക്ക് പേടിയാണ്. വീട്ടിലും അങ്ങനെയായിരിക്കും, നാട്ടിലും അങ്ങനെയായിരിക്കും. എവിടെ ചെന്നാലും അയാൾ വന്നാൽ തന്നെ ബാക്കി ആൾക്ക് വേദന, ഇവ എന്താ പറയാന്നറിയില്ല, എന്തു പറഞ്ഞാലും അയാള് ചാടി കയറുന്ന, മനുഷ്യന്മാർക്ക് കൊഴിച്ചു കാണുന്ന ശൈലിയാണ് പല ആളുകളും സ്വീകരിക്കാറ്. ആരെയും വകവെക്കാത്ത, ആര് പറഞ്ഞാലും കേൾക്കാത്ത, ഒരാൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ എന്തിനും ഏതിനെയും നേരെ ചാടിക്കയറി കയർത്ത് സംസാരിക്കുന്ന ശൈലികൾ അതൊരിക്കലും വിശ്വാസികൾക്ക് ഭൂഷണമല്ല. നമ്മിൽ ഇല്ലാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഗീബത്ത്, നമീമത്തുകൾ, പരിഹാസങ്ങൾ, ഒരാളെക്കുറിച്ച് മോശമായ രീതികൾ, സംസാരങ്ങൾ, എല്ലാവരെയും കുറിച്ച് പരിഹാസമായി പറയുക, ആരെക്കുറിച്ച് ചോദിച്ചാലും അയാളെക്കുറിച്ചെല്ലാം മോശമായി പറയുന്ന, അവരെല്ലാം പരിഹസിക്കുന്ന, ആരും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന മട്ടിലുള്ള സംസാരങ്ങൾ അതിന്റെ ഭാഗമാണ്. ചീത്ത പറയൽ അതിന്റെ ഭാഗമാണ്. അതൊന്നും നല്ല ശീലങ്ങളല്ല. എവിടെയാണെങ്കിലും ശരി, ചീത്ത പറയാതൊന്നും നല്ല ശീലങ്ങളല്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നബിയുടെ സ്വഭാവവിശേഷങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പ്രയോഗിച്ച പ്രയോഗങ്ങൾ കാണാൻ പറ്റും. നബി തങ്ങൾ ശപിക്കുന്നവരായിരുന്നില്ല, അതേപോലെ നബി തങ്ങൾ ചീത്ത പറയുമായിരുന്നില്ല. വലാ സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ ശബ്ദകോലാഹലമുണ്ടാക്കി ഒച്ചയും ബഹളവും ഉണ്ടാക്കി നടക്കുന്ന ശൈലികൾ പോലും പ്രവാചകർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുപോലെ ചതിയും വഞ്ചനയും അതിന് മറ്റു ചില ദുരന്തങ്ങളായി വരുന്ന കാര്യങ്ങളാണ്. താൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരുപക്ഷെ കളവ് പറയേണ്ടി വരും, ആളുകളെ വഞ്ചിക്കേണ്ടി വരും, അവരോട് അന്യായം ചെയ്യേണ്ടി വരും. അതൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, തെറ്റായ ഏത് സ്വഭാവമുണ്ടെങ്കിലും ആ സ്വഭാവങ്ങളെല്ലാം ഉറവിടം 4 കാര്യങ്ങളിൽ നിന്നാണ്. 4 സ്വഭാവമുണ്ടെങ്കിൽ, 4 കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ സ്വഭാവ രംഗത്ത് എല്ലാ മോശത്തങ്ങളും കടന്നു വരിക എന്ന്. ഒന്ന്, അയാൾ ജഹാലത്താണ്, അറിവില്ലായ്മയാണ്. ജഹലുണ്ടെങ്കിൽ, അറിവില്ലായ്മയുണ്ടെങ്കിൽ അത് അയാളുടെ സ്വഭാവം നാശമാകാൻ, ആളുകളോട് മോശമായി പെരുമാറാൻ എല്ലാം അയാളെ പ്രേരിപ്പിക്കുന്ന ഘടകമായി മാറും. മറ്റൊന്ന് ദുൽമാണ്, അന്യായം പ്രവർത്തിക്കുന്ന, അക്രമങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമാണ്, പ്രകൃതമാണ് ഒരാളുടെങ്കിൽ അതിന്റെ അനന്തര ഫലമെന്നോണം അയാളുടെ സ്വഭാവങ്ങൾ, സംസാരങ്ങളിലെല്ലാം ആ ഒരു തെറ്റായ രീതികൾ കാണുമെന്നർത്ഥം. മൂന്നാമത് ശഹ്വത്താണ്, ഇച്ഛകളാണ്, താല്പര്യങ്ങളാണ്. തന്റെ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, സ്വാർത്ഥമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി
ഏതു വഴിയും സ്വീകരിക്കുന്ന, ഏതു വഴിക്കും പോകാൻ തയ്യാറാകുന്ന പ്രവണത അയാൾ ഉണ്ടാകും. നാലാമത് ഗളബ്, ദേഷ്യമാണ് എന്നാണ്. 1 അറിവില്ലായ്മ, 2 ളുൽമ്, അന്യായം പ്രവർത്തിക്കുക, 3 ശഹ്വത്ത്, ദേഹേച്ഛകൾ, 4 അയാളുടെ കോപം. ഈ 4ഉം ഒരാളിൽ ഉണ്ടാകുന്നതനുസരിച്ച് അയാളുടെ സ്വഭാവങ്ങളിൽ തീർച്ചയായും അതിന്റെ സ്വാധീനങ്ങൾ കാണും. വ്യത്യസ്തമായ തലങ്ങളിൽ അത് അയാളുടെ സ്വഭാവ രീതികളിൽ പ്രകടമായി വരുമെന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ 4ഉം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കലാണ് അതിനുള്ള പരിഹാര മാർഗമെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല. അപ്പൊ ഏത് തെറ്റായ കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം ഉറവിടമായി മൻശഉ ജമീഇൽ അഖ്ലാഖി സാഫില, ദുഷിച്ച നിലവാരമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളുടെയും ഉറവിടമായിക്കൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇതിനെ എണ്ണിപ്പറഞ്ഞത്. ശേഷം ഓരോന്നും അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, അറിവില്ലായ്മയുണ്ടെങ്കിൽ ആളുകൾ കാര്യങ്ങളെല്ലാം തിരിച്ചായിരിക്കും അയാൾ നോക്കിക്കാണുക. നന്മയെ തിന്മയായി കാണും, അതേപോലെ തിന്മയെ നന്മയായും കാണും അയാൾ. അതുപോലെ ന്യൂനതയില്ലാത്തതിൽ ന്യൂനത കാണാനും ന്യൂനതയുള്ളതിൽ ന്യൂനത അല്ലാതായി കാണാനുമെല്ലാം അയാൾക്കത് നിമിത്തമായി മാറും. അതോടൊപ്പം അയാൾ തൃപ്തിപ്പെടേണ്ട വഴിയിൽ പോലും ദേഷ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഒരിക്കലും ദേഷ്യപ്പെടേണ്ട സന്ദർഭമല്ല, ദേഷ്യം പ്രകടിപ്പിക്കേണ്ടുന്ന സാഹചര്യമേ അല്ല. എന്നാൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അയാൾ ആകെ ദേഷ്യപ്പെട്ട് ആകെ ചാടിക്കളിച്ച് ഇത് അയാളുടെ ഒന്നും പറയാൻ പറ്റില്ല എന്ന മട്ടിൽ അത്തരം ചില പ്രതികരണങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരും. ഇതൊക്കെ ഇതിന്റെ അനന്തര ഫലങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷ കിട്ടിയാൽ ബാക്കി എല്ലാത്തിലും അയാൾ രക്ഷപ്പെടാമെന്നാണ്. ഖദ് അഫ്ലഹ മൻ ഉസിമ ലിമിറാഇ വൽ ഗലബി വത്തമഇ എന്നാണ്. ഒരു മനുഷ്യൻ ദേശത്തിൽ നിന്ന് അതേപോലെ ദേഹേച്ഛകളിൽ നിന്ന് ഒക്കെ ഒരാൾക്ക് സുരക്ഷയുണ്ട് എങ്കിൽ അയാൾ വിജയിച്ചു, പിന്നെ അയാൾക്ക് പരാജയപ്പെടാനില്ല എന്നർത്ഥം. ദേശം ഏറെ ഗൗരവമുള്ള കാര്യമാണ്. വിശ്വാസികളുടെ ഗുണം പറഞ്ഞപ്പോഴും ദേശം അവർ ഒതുക്കി വെക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്. പറയാനുള്ളതെല്ലാം പറഞ്ഞ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അവസാനം ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് ക്ഷമയായിട്ടല്ല അതിനെ കണക്കാക്കപ്പെടുന്നത്. ആദ്യഘട്ടത്തിലാണ്. ഒരു പ്രശ്നം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അവിടെയെല്ലാം ആദ്യഘട്ടത്തിലുള്ള ക്ഷമ, അതാണ് ശരിയായ ക്ഷമ എന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, 5 കാര്യം ഒരാൾ പാലിച്ചാൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ശർറിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെയും അദ്ദേഹം എണ്ണിപ്പറഞ്ഞ ഇത്തരം സ്വഭാവങ്ങൾ തന്നെയാണ്. ഒന്ന് ഉജ്ബാണ്, സ്വന്തത്തെ പറ്റിയുള്ള അമിതമായ പ്രശംസകൾ, ഞാൻ തനിക്കേടില്ല എന്ന അഹംഭാവത്തിന്റെ മനസ്സ്, അതാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന് റിയാ, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. കിബർ, അഹങ്കാരമുണ്ടാവുക, അതേപോലെ മറ്റുള്ള ആളുകളെല്ലാം പുച്ഛിക്കുക. വസ്സഹ്വത്തു, ദേഹേച്ഛകൾ, സ്വാർത്ഥമായ താൽപര്യങ്ങൾ. ഈ 5 കാര്യം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അയാൾക്ക് ബാക്കി ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ശർറിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അത്തരം നല്ല ശീലങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുക തന്നെ വേണം. പല ആളുകളും പുറത്ത് മാന്യന്മാരായിരിക്കാം, എല്ലാവരുമായി ഇടപഴകുമ്പോൾ വളരെ മാന്യമായി ഇടപഴകുന്നുണ്ടാകാം. പക്ഷെ അയാളുമായി അടുക്കുമ്പോഴാണ്, ഉള്ളറകൾ അറിയുമ്പോഴാണ് അയാളുടെ മോശമായ സ്വഭാവങ്ങളെപ്പറ്റി അറിയുക. അതുണ്ടായിക്കൂടാ. ചില ആളുകൾ വീട്ടിൽ മോശക്കാരായിരിക്കാം, പുറത്തൊക്കെ നല്ലവരാണ്. വീട്ടിലെത്തിയാൽ എല്ലാവർക്കും പേടി, മക്കൾക്കും പേടി, ഭാര്യയ്ക്കും പേടി, എല്ലാവർക്കും ബേജാറ്. അയാൾ വീട്ടിൽ വന്നാൽ പിന്നെ എല്ലാവരും അല്ലാത്തൊരു ബേജാറിലാണ്. കാരണം ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചോദിക്കാൻ പറ്റില്ല, ഒരു നിലയ്ക്കും അയാളുമായി അടുത്ത് ഇടപെടാൻ പോലും കഴിയില്ല. അത് വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ ഒരു സമാധാനമായി എന്ന് മക്കൾ ചിന്തിക്കുന്ന, കുടുംബാംഗങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നമ്മുടെ ഈമാനത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കുക. ഏത് രംഗത്തിന് ഇടപെട്ടാലും എന്നെക്കുറിച്ച് ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എന്റെ സ്വഭാവത്തെക്കുറിച്ച്, എന്റെ ശൈലികളെപ്പറ്റി ആളുകളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് എന്ന്
നമ്മൾ നമ്മളെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ കണക്കിൽ പക്ഷേ നമ്മൾക്ക് തികഞ്ഞവരായിരിക്കാം, ഒരുപക്ഷെ ദീനിന് വേണ്ടി ആയിരിക്കാം അങ്ങനെയുള്ള ശീലങ്ങൾ സ്വീകരിച്ചു ചെയ്യുന്ന ന്യായം നമ്മുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്നത്, അത് പ്രധാനം തന്നെയാണ്. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു എന്ന്. ആളുകൾ മരിക്കുമ്പോൾ രണ്ടുതരം മരണമുണ്ട്. ഒന്ന് മുസ്തരീഹാണ്, അയാൾക്ക് മരണം എന്നത് റാഹത്താണ്. വ മുസ്തറാഹുൻ മിൻഹു, രണ്ട് അയാളുടെ മരണം മറ്റുള്ള ആൾക്ക് റാഹത്താണ്. ഈ രണ്ടാൽ ഒന്നായിരിക്കുമെന്നാണ്. ഒന്നിൽ മരിക്കുമ്പോൾ മരിച്ചവന് റാഹത്താണ്, അതോടുകൂടി ഇത് സമാധാനമായി, ഇത് പ്രശ്നങ്ങളില്ല, ഇത് പ്രയാസങ്ങളില്ല, എല്ലാം കഴിഞ്ഞു, ദുനിയാവ് അവസാനിച്ചു, ഇയാൾ സ്വർഗീയമായ ലോകത്തേക്കുള്ള യാത്രയാണ്, ഇയാൾക്ക് സന്തോഷം മാത്രമേയുള്ളൂ, സമാധാനം മാത്രമേയുള്ളൂ. അത്തരം ആളുകൾക്ക് മരണം എന്നത് റാഹത്താണ്. അതുവരെ ദുനിയാവിന്റെ പ്രയാസങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതെല്ലാം കഴിഞ്ഞു. ഇനി അയാളെ സംബന്ധിച്ച് സമാധാനം സന്തോഷം മാത്രമേയുള്ളൂ. അയാൾക്ക് മരണം റാഹത്താണ്. ചില ആളുകൾ മരിക്കുമ്പോഴോ സമൂഹത്തിന് അയാളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു റാഹത്താണ്. അലാ മുസ്തറാഹും മിൻഹു, അയാൾ മരിക്കുമ്പോ ബാക്കിയുള്ള ആൾക്ക് റാഹത്താവും. ആ ശല്യം ഒഴിവായി കിട്ടി, കുറെ കാലമായി അയാളെക്കൊണ്ട് ഇടങ്ങാറായി ജീവിക്കുന്നു, അതങ്ങ് കഴിഞ്ഞു കിട്ടിയെന്നും ആളുകൾ പറഞ്ഞില്ലെങ്കിലും ആൾക്ക് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അയാളെ പരലോകം നഷ്ടം തന്നെയാണ്. നബി ഞങ്ങളെ പ്രാർത്ഥന കാണാമല്ലോ, വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർരിൻ. അല്ലാഹുവേ, മരണം എന്നത് എല്ലാ ശർറിൽ നിന്നുമുള്ള റാഹത്താക്കി തരണമെന്ന് നബി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നതായി ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം വജഅലിൽ ഹയാത സിയാറത്തൻ ലീ ഫീ കുല്ലി ഖൈരിൻ, ജീവിതം എന്നത് ഖൈറിന്റെ വർധനവാക്കണേ എന്നാണ്. ഒരു ദിവസം ഏറെ ജീവിച്ചാൽ, ഒരു മണിക്കൂർ ഏറെ കിട്ടിയാൽ ആ മണിക്കൂർ കൊണ്ട് എന്തൊരു ഖൈർ നേടാൻ കഴിയണം. ഒരു ദിവസം ഏറെ ജീവിക്കുമ്പോൾ ആ ദിവസം കൊണ്ട് ഖൈറുകൾ നേടാൻ കഴിയണം. ഇന്നലെ മരിച്ചിരുന്നുവെങ്കിൽ കിട്ടാതെ പോകുമായിരുന്ന പല ഖൈറും ഇന്നുകൂടി ജീവിച്ചപ്പോൾ കിട്ടിയെന്ന് സമാധാനപ്പെടാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ ജീവിക്കുന്തോറും കൂടുതൽ നഷ്ടമായി മാറുന്നുവെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മറ്റുള്ള ആളുകൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അതിന് പിന്നാലെ കൂടി അയാൾക്കെന്താ കുറവുള്ളത്, അയാൾക്കെന്താ ഇത് പ്രശ്നമുള്ളത്, അത് ചെകഞ്ഞന്വേഷിച്ച് പിന്നാലെ കൂടി ആളുകൾക്ക് വഷളാക്കി അല്ലെങ്കിൽ പോണ മനുഷ്യന്മാരുണ്ട്. എല്ലാരും ഞാൻ വഷളാക്കും, ഒരാളെയും ഞാൻ വെറുതെ വിടുക എന്ന് വിചാരിക്കുന്ന, ചിന്തിക്കുന്ന, പറയുന്ന മനുഷ്യന്മാരൊക്കെയുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ തതബ്ബഅ ഔറാതിഹിം തതബ്ബഅ അല്ലാഹു ഔറതഹു എന്നാണ്. ആളുകളുടെ പോരായ്മകൾ ഒരാൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ചടക്കുന്നുവെങ്കിൽ പടച്ചറബ് അവന്റെ പോരായ്മകളെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ വശമാക്കുമെന്നാണ്. അങ്ങനെ വല്ലവനും അല്ലാഹു തആല ഒരാളെ ചെയ്താലോ അതോടുകൂടി അയാളുടെ എല്ലാം കഴിഞ്ഞുവല്ലോ. അയാൾ ഇവിടെ അപമാനിക്കപ്പെടും, ദുനിയാവിലും ആഖിറത്തിലും വലിയ നഷ്ടം അതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്ന് ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുകയും എന്നിട്ട് ഇന്ന ആ രീതി ശരിയല്ല, ആ സ്വഭാവം ശരിയല്ല, നിങ്ങൾ ആ പ്രതികരണ ശൈലികൾ അത് ശരിയല്ല, വീട്ടിലുള്ള ഈ ഇന്ന സ്വഭാവങ്ങൾ അത് ശരിയല്ല എന്ന് നമുക്ക് നമ്മളെപ്പറ്റി അറിയാം. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്റെ ഇന്ന സ്വഭാവങ്ങളൊക്കെ അത് മാറേണ്ടതാണ്, അത് മാറ്റേണ്ടതാണ്, അത് ഏതായാലും ഉണ്ടാകാൻ പറ്റിയതല്ല എന്ന് ആരെക്കാളേറെ നമുക്കറിയുക നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച്. അത് മനസ്സിലാക്കി തിരുത്തി എവിടെയാണോ എഡിറ്റിംഗ് ആവശ്യമുള്ളത് അത് എഡിറ്റ് ചെയ്ത് സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് ഞാനെന്ന, പാരത്രികമായ മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് ഞാനെന്ന ആ തിരിച്ചറിവിലാണ് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്.
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം ബുഖാരി മറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റജുലൻ ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസിനി. ഒരു മനുഷ്യൻ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകണം, ഒരു വസീയത്ത്, ഒരു ഉപദേശം നിങ്ങൾ എനിക്ക് നൽകണമെന്ന് നബിയോട് ഒരാൾ വന്ന് ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ നൽകിയ ഉപദേശം ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത് എന്നായിരുന്നു. ഫറദ്ദദ മിറാറൻ, ഈ ഉപദേശം കേട്ട ആ വ്യക്തി അദ്ദേഹത്തെ അത്ര ഒരു സംതൃപ്തിയായില്ല. അപ്പൊ അദ്ദേഹം വീണ്ടും നബിയെ ഒരു ഉപദേശമാണ് ചോദിച്ചത്, എനിക്കൊരു ഉപദേശം വേണം. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. ഞാൻ പലതവണ ആവർത്തിച്ച് നബിയോട് പറഞ്ഞു വന്ന നബിയെ എനിക്കൊരു ഉപദേശം നൽകണം നബിയെ. അവിടെയെല്ലാം നബി തങ്ങളുടെ മറുപടി ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത് എന്നായിരുന്നു. എല്ലാ ദുസ്വഭാവങ്ങളുടെയും അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യമെന്നാണ് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഇബ്നു ഖയ്യിമിന്റെ വാചകത്തിലും പറഞ്ഞല്ലോ 4 കാര്യമാണ് ദുസ്വഭാവങ്ങളെല്ലാം അടിസ്ഥാനം. അതിൽ ഒന്ന് പറഞ്ഞത് ഒലബാണ്, ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ, ദേഷ്യം ഒരാൾക്ക് ഒതുക്കാൻ കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം നന്നാകാൻ ഏറ്റവും വലിയ ഘടകം അത് തന്നെയാണ്. അത് വലിയൊരു നല്ല ശീലമൊന്നുമല്ല, അത് അയാൾക്കൊരു വലിയ അംഗീകാരമൊന്നുമല്ല. അത് വലിയ ദേഷ്യം പിടിക്കുന്ന ആളാണ്, അയാൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം, പെട്ടെന്ന് ചൂടാകും എന്നൊക്കെ പറയൽ അതൊരു നല്ല ലക്ഷണമായിട്ടല്ല നമ്മൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പ്രകൃതമുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാകണം. ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കുക, ക്ഷമ പഠിക്കുക. ക്ഷമയെപ്പറ്റി അല്ലാഹു പറഞ്ഞാലോ, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ് എന്നാണ്. ക്ഷമാലുക്കൾക്ക് കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നതാണ്. കണക്കില്ലാത്ത പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട കാര്യമാണ് ക്ഷമ എന്നുള്ളത്. അത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത്. എല്ലാ അർത്ഥത്തിലുമുള്ള പരിപൂർണമായ സമ്പൂർണമായ ക്ഷമയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് അതിലെല്ലാം അടിസ്ഥാനം ദേഷ്യം ഇല്ലാതാക്കുക, ക്ഷമ പഠിക്കുക, എല്ലാത്തിനും ഒരു ശാന്തത, ഒരു അവധാനത അത് പഠിക്കുക, അത് പാലിക്കുക, ജീവിതത്തിൽ ശീലമാക്കി മാറ്റുക. ഇത് തന്നെയാണ് ഇതിനെല്ലാമുള്ള അടിസ്ഥാനമായി പഠിപ്പിക്കുക. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ കാണാം, നബി തങ്ങൾ എന്തുകൊണ്ട് പല പ്രാവശ്യം ഇയാൾ ചോദിക്കുമ്പോഴും ഇതേ മറുപടി തന്നെ പറഞ്ഞുവെന്ന ചർച്ചകൾ കാണാൻ കഴിയും. വസീയത്ത് ചോദിക്കുമ്പോഴൊക്കെയും ലാ തഗ്ളബ്, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത് എന്ന് പല പ്രാവശ്യം നബി തങ്ങൾ പറഞ്ഞുവല്ലോ. കാരണം ആ ഒരു ഉപദേശം അതിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖൗലിഹി ലാ തഗ്ളബ്, ലാ തഗ്ളബ് എന്ന ദേഷ്യം പിടിക്കരുത് എന്ന ആ വാക്കിൽ നബി തങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഖൈറൈ അദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഉപദേശമാണത് എന്നാണ്. എല്ലാം നേടാൻ, ദുനിയാവ് നേടാനും ആഖിറം നേടാനും ഒരാൾക്ക് നൽകാവുന്ന വസിയ്യത്തുകളിൽ ഏറ്റവും നല്ല വസിയ്യത്ത് ദേഷ്യം പിടിക്കരുത് എന്ന വസിയ്യത്ത് തന്നെയാണ്. കാരണം ദേഷ്യം എന്നത് യഊല തഖാതുഇ വമൻഇ ജിഫ്തി വറുബമാ ആല ഇലാ ഈലാഇൽ മഗ്ദൂബി അലൈഹി എന്നാണ്. കാരണം ദേഷ്യം എന്നത് എപ്പോഴും ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ കാരണമായി മാറും. ആളുകളുമായുള്ള എല്ലാ നല്ല നല്ല ബന്ധങ്ങളെയും ഇല്ലാതാക്കാൻ ഒരുപക്ഷെ അത് മതിയായേക്കാം. മാത്രവുമല്ല, ആരോടാണ് ദേഷ്യം പിടിക്കുന്നത് അയാൾക്കെതിരായി എന്തും ചെയ്യാൻ, അയാൾക്ക് പ്രയാസമുണ്ടാക്കാൻ വരെ ഇവൻ തയ്യാറാകാൻ കൂടി പലപ്പോഴും ദേഷ്യം എന്നത് നിമിത്തമായി മാറും. അതുകൊണ്ട് കൂടിയായിരിക്കാം നബി തങ്ങൾ ആ മനുഷ്യനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഈ ഉപദേശത്തിൽ മാത്രം ഒതുക്കരുത് എന്നാണ്. അതുകൊണ്ട് ആ ഉപദേശം നമ്മളൊക്കെ ഏറ്റെടുക്കുക, നമ്മോടുകൂടിയുള്ള ഉപദേശമായി. അയാൾ വന്ന് ചോദിച്ചു നബിയോട്, നബി തങ്ങൾ മറുപടി നൽകുകയും ചെയ്തു. നമുക്ക് അവിടെ പോയി ചോദിക്കാനില്ല, പക്ഷെ നബി തങ്ങൾ നൽകിയ ഈ മറുപടി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഉപദേശമായി, നബി എന്നോട് പറഞ്ഞ വസിയത്തായി നമ്മൾ ഓരോരുത്തരും ഇതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ
ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ആ മാറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും വേണ്ടത്. അതല്ലാതെ എന്ന് സൂചിപ്പിച്ച പോലെ എവിടെയും എന്തിനും എല്ലാ രംഗത്തും ചാടിക്കേറി എവിടെയും ഒരു ശല്യക്കാരായി മാറുന്നവനായി മാറാതിരിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد